ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരവും പരാജയം തന്നെയാണ്. 2-0 എന്ന സ്കോറിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈനപ്പ് ആയിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡിഫൻസിലേക്ക് ഒരു ഗോൾ കീപ്പറായിട്ട് കരഞ്ജിത്തിനെ മാറ്റിയിട്ട് എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ലാറ ശർമ്മയ്ക്ക് ഫസ്റ്റ് ലെവൽ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും ബെസ്റ്റ് തീരുമാനം തന്നെയാണ്. ലാറ അത്രയും ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല സേവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡിഫൻസീവ് ലൈൻ തന്നെയായിരുന്നു. മിലോസും പ്രീതമായിരുന്നു സെൻട്രൽ ബാക്ക്. എന്നാൽ റൈറ്റ് ബാക്കായിട്ട് സൗരവ് മണ്ഡലും, ലെഫ്റ്റിൽ അസറായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ രണ്ട് താരങ്ങളും മികച്ച പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് രണ്ടുപേരെയും ഒരുപോലെ തന്നെ പറയാം. സൗരവിൻ്റെയൊക്കെ നല്ല ക്ലിയറൻസ് ഉണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടൈമിലൊക്കെ. അതുപോലെ അസർ ആയാലും ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അസർ ഐമൻ കോമ്പിനേഷനൊക്കെ ആ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തോറ്റാലും ഒരു 65-70 മിനിറ്റ് വരെ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ടീം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് സൈഡായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിഡ്ഫീൽഡിൽ ഡാനിഷും അതുപോലെ ഫ്രെഡി ആയിരുന്നു. എന്നാൽ ഡാനിഷ് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഫ്രെഡി ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മിഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റിൽ കളിച്ചിട്ടുണ്ടായി, റൈറ്റ് വിങ്ങിൽ ദൈസുകി ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായി. ലെഫ്റ്റിൽ ഐമൻ്റെ ഒരു വണ്ടർ പെർഫോമൻസ് തന്നെ ആയിരുന്നു. നല്ലൊരു ഗോള് സ്കോർ ചെയ്തു എന്ന് തോന്നിപ്പിച്ചൊരു നിമിഷം മത്സരത്തിലുണ്ടായിരുന്നു. നല്ല 3 പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഒരു ഷോട്ട്, പക്ഷേ കീപ്പർ അവിടെ ഗുർമീത് തട്ടിടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. പിന്നെ അതുപോലെ 2 സ്ട്രൈക്കർമാരായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇഷാൻ പണ്ഡിറ്റയും അതുപോലെ തന്നെ നിഹാൽ സുധീഷുമായിരുന്നു. എങ്ങനെയാലും ഇഷാൻ പണ്ഡിറ്റ ഇന്ന് ഫുൾ ടൈം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇഷാൻ പണ്ഡിറ്റ എനിക്ക് കണ്ടു വെച്ച് ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ആണ് ഇന്ന് ഇഷാൻ പണ്ഡിറ്റിൻ്റെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും ഇഷാൻ പണ്ഡിറ്റ് ഒരു ബിഗ് ചാൻസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നിഹാലിന് നല്ലൊരു പാസ് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്തിട്ട് ഇഷാൻ പണ്ഡിറ്റ് നല്ല രീതിയിൽ ഫുൾ ടൈം നല്ല എനർജിയോടെ, അതുപോലെ പ്രസ്സിങ്ങിലൂടെ പല ടൈമും പന്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ കീപ്പറിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് പന്തെടുത്തു, പക്ഷേ അതൊരു പാസ് കൊടുക്കാമായെന്ന് ചിന്തിച്ചു. ഇഷാനെ അടിക്കുകയാണ് ചെയ്തത്, പക്ഷേ ഗോളായില്ല. അതുപോലെ തന്നെ നിഹാലിന് നല്ലൊരു പന്ത് 2 പ്ലേയേഴ്സിനെ കടന്നു വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നിഹാലിന് ഗോളാക്കാൻ സാധിച്ചില്ല. പിന്നെ രാഹുൽ KP വന്നതിന് ശേഷം രാഹുലിന് നല്ലൊരു പന്ത് വെച്ചു കൊടുത്തു. രാഹുൽ എന്താ കാട്ടിയെന്ന് അറിയില്ല. രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇന്നത്തെ മത്സരം തന്നെ ഗോളായത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നാണ്. രാഹുലിൻ്റെയൊക്കെ ഒന്ന് മിസ് വന്നു, രാഹുലിൻ്റെയൊക്കെ ഒന്ന് പന്തെടുത്തു, ആ പൂണ് അവിടെ വന്ന് ഗോൾ വീണു. അത് വരെ ഏറ്റവും ബെറ്റർ ആയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിച്ചതെന്ന് തന്നെ പറയാം. എന്തായാലും ഇഷാൻ അടുത്ത മത്സരം കൂടി ഒരു ഫുൾ ടൈം ഇത് ചാൻസ് കൊടുക്കുന്നതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഡിമി ഇഷാൻ ഒരു നല്ലൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രാഹുലിനൊക്കെ ഇറക്കുന്നതിന് പകരം അതുപോലെ ഐമനൊക്കെ ഫസ്റ്റ് ലെവലിന് ചാൻസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ തോന്നുന്നു. ഐമനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. നിഹാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചു. എങ്ങനെയായാലും നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുന്നു. തോറ്റിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ പരിക്കൊന്നും വേണ്ടാന്ന് വെച്ചാൽ 2 ഫോറിൻ പ്ലേയേഴ്സാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ ഇന്ന് ഇറങ്ങിയ പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലാറ ശർമ്മ, അതുപോലെ സൗരവ്, അസർ, ഐമന്, ഇഷാൻ പണ്ഡിറ്റ, നിഹാലും കുഴപ്പമില്ലാതെ, പിന്നെ ഫ്രെഡി ആയാലും കുഴപ്പമില്ലാതെ അവരൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗുഡ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയായാലും വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.